അഡ്വക്കേറ്റ് കെ അനിൽകുമാർ 1.5 വർഷം കഴിഞ്ഞൊരു ലിസ്റ്റാണ്. അവർ ഇത് ആദ്യമായിട്ടല്ല ഈ സെക്രട്ടേറിയറ്റ് മുന്നിലേക്ക് സമരവുമായി വരുന്നത്. LPST ലിസ്റ്റിലുള്ള കുട്ടികൾ ആദ്യമായിട്ടല്ല സമരത്തിന് വരുന്നത്. ഇത്രയും കാലം ആ ലിസ്റ്റ് പരിഗണിക്കപ്പെടാതെ പോയി. ഈ സർക്കാർ, ഇപ്പം നേരത്തെ ഡോക്ടർ ജിൻഡോ ജോൺ സംസാരിച്ചപ്പോൾ, ഈ സർക്കാർ അധികാരത്തിൽ വന്ന് 40 ദിവസമായി. അതുകൊണ്ട് പരിഹരിക്കപ്പെടാൻ കഴിയുന്ന ഒരു പ്രശ്നമല്ല ഇത് എന്ന് പറയുന്നു. മാത്രമല്ല, അതിന് ഉദ്യോഗസ്ഥ വൃന്ദം തടസ്സം നിൽക്കുന്നു എന്നതുകൂടി പറയുന്നു. ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യണം 3 ആഴ്ചയ്ക്കുള്ളിൽ എന്ന് കേരളത്തിന് മുഖ്യമന്ത്രി പറഞ്ഞിട്ട് എത്രത്തോളം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? ഉദ്യോഗസ്ഥർ ആ നിലയ്ക്ക് സർക്കാരിന്റെ നയമനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല തുടങ്ങി ഒരുപാട് പരിമിതികളെ കുറിച്ച് കൂടിയാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ ലിസ്റ്റ് ഇത്രയും കാലം നീണ്ടുപോയത്? 2016 ഇടതുപക്ഷ ജനാധിപത്യത്തിന് അധികാരത്തിൽ വരുമ്പോൾ ആദ്യം ഒരു മന്ത്രി, ബഹുമാനപ്പെട്ട ശ്രീ രവീന്ദ്രനാഥ് ഇട്ട ഉത്തരവ് നടക്കാവ് സ്കൂൾ തുറക്കാനായിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാർ നഷ്ടത്തിലാണെന്ന് പറഞ്ഞ് അടച്ചു പൂട്ടിയ വിദ്യാലയം തുറക്കാൻ തീരുമാനിച്ചു. അതോടൊപ്പം ഈ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളെല്ലാം നന്നാക്കിയത് കൊണ്ടാണ് PSCയിൽ ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് ഉണ്ടായത്. ഇല്ലെങ്കിൽ ഇപ്പോൾ വളർമതി എഴുതിയിട്ടുള്ള ഒരു റാങ്ക് ലിസ്റ്റ് കേരളത്തിൽ ഉണ്ടാകുമായിരുന്നില്ല. കാരണം സർക്കാർ വിദ്യാലയങ്ങൾ പൂട്ടിപ്പോയ പിന്നെ റാങ്ക് ലിസ്റ്റ് അവിടെ ആർക്കെങ്കിലും നിയമനം കിട്ടും. ഇപ്പോൾ 2% നിയമനം കാസർഗോഡ് കിട്ടിയെന്ന് പറയുന്നു. റാങ്ക് ലിസ്റ്റിലെ പിന്നെ എവിടെ നിയമനം? സർക്കാർ സ്കൂളിലെ എവിടെയാണ് നിയമനം? കഴിഞ്ഞ ദിവസം വന്ന ഇന്ത്യ രാജ്യത്തെ സർക്കാർ വിദ്യാലയങ്ങളുടെയും അൺഎയ്ഡഡ് വിദ്യാലയങ്ങളുടെയും ഒക്കെ ഒരു എണ്ണം വന്നപ്പോൾ ഇന്ത്യ രാജ്യത്ത് എത്ര സ്കൂളാണ് പൂട്ടിയിരിക്കുന്നത്? സർക്കാർ സ്കൂള് സംവരണമുണ്ടോ? PSC റാങ്ക് ലിസ്റ്റ് ഉണ്ടോ? നമ്മുടെ രാജ്യത്തിനകത്തെ കാര്യമാണ് പറഞ്ഞത്. ഇന്ത്യ രാജ്യത്തിൻ്റെ ഈ അവസ്ഥയിലേക്ക് കേരളത്തെ കൊണ്ടുപോകും ഞങ്ങൾ എന്നാണല്ലോ ഇപ്പോൾ ധവളപത്രത്തിലൂടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സർക്കാർ ജോലിക്കാർക്ക് ശമ്പള ചെലവും അതുപോലെ തന്നെ അവരുടെ പെൻഷനും മറ്റ് ബാധ്യതകളും ഏതാണ്ട് 70-75% എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് കേരളത്തിൻ്റെ വികസനത്തിന് ഇവരുടെ എണ്ണം കുറയ്ക്കണം. ഈ മേഖലയിൽ ശമ്പളക്കാരുടെ എണ്ണം കുറയ്ക്കണം. അവരുടെ DA കൊടുക്കണ്ട, അവരുടെ ശമ്പള പരിഷ്കരണം വേണ്ട. ഇതാണല്ലോ കേരളത്തിലെ ഇപ്പോൾ പുതുതായി വന്ന സർക്കാരിൻ്റെ നിലപാട്. അതാണ്. പിന്നെ ഇങ്ങനെ സർക്കാർ സ്കൂൾ നിലനിൽക്കുന്നത്. LDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം പൊതുവിദ്യാലയങ്ങളിലേക്ക് 10 ലക്ഷത്തോളം കുട്ടികൾ കൂടുതലായി വന്നു. ആ വിദ്യാലയങ്ങളെ മെച്ചപ്പെടുത്തി. ഞാനിപ്പോൾ ഒരു കണക്ക് മാധുവിനും കിട്ടുന്ന കണക്കാന്ന് തോന്നുന്നു. ഏതാണ്ട് 3,30,000 പേർക്ക് 10 കൊല്ലം കൊണ്ട് കേരളത്തിലെ PSC നിയമനം കൊടുത്തു. ഇന്ത്യ രാജ്യത്തെ ആകെ PSC നിയമനം എടുക്കുക, സംസ്ഥാന നിയമനം എടുക്കുക, അല്ലെങ്കിൽ UPSC നിയമനം എടുക്കുക. ഞാൻ ആധികാരികമായി ചർച്ച പറയുകയാണ്. 50%. ഇന്ത്യ രാജ്യത്ത് 10 കൊല്ലം നടന്ന PSC നിയമനത്തിൽ 50% കേരളത്തിലാണ്. 50%. കേരളത്തിൽ ഒരു വർഷത്തിൽ കുറഞ്ഞത് ഒരു 30,000 നിയമനം നടക്കുമ്പോൾ UP നടക്കുന്ന നിയമനം 5,000 മാത്രം. തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഞാൻ പറയട്ടെ, ഞാനൊരു തെറ്റിദ്ധാരണ നടത്തുകയല്ല. നിങ്ങളുടെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിക്കോളൂ. നിങ്ങൾ തെറ്റിദ്ധരിച്ച വേറെ കണക്ക്. കേരളത്തിൽ ഞാൻ പറഞ്ഞ കേരളത്തിൽ PSC മാത്രമാണ്. തമിഴ്നാട്ടിൽ പോലീസിന്റെ റിക്രൂട്ട്മെന്റ് നടത്തുന്നത് മറ്റ് സംവിധാനമാണ്. ഓരോ സ്റ്റേറ്റിലും ബോർഡുകളിലേക്ക്, പോലീസിലേക്ക്, സംവിധാനത്തിലേക്കൊക്കെ വ്യത്യസ്ത ബോർഡുകളാണ്. കേരളത്തിൽ ഇത് മുഴുവൻ ചെയ്യുന്നത് PSC ആണ്. അതാണ് ആ കണക്കിന്റെ പ്രത്യേകത. അല്ല ചുമ്മാ ഇരുന്ന് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഫാക്ട്സ് പറയാതെ. സോറി, ഇടപെട്ടത്. ബാക്കി പറയാം. ഇന്ത്യൻ റെയിൽവേയിൽ എത്ര ഒഴിവുണ്ടെന്നറിയോ? ദേശീയ തലത്തിൽ അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാകും, പല കാര്യങ്ങളും ഉണ്ടാകും. സാഹചര്യം PSC ജോലി കൊടുക്കുന്നത് ഇവിടെ തസ്തിക ഉണ്ടാക്കിയല്ലോ, ഉള്ള തസ്തികകളിലേക്കല്ലേ? അല്ല, അവിടെയാണ് മാധുരി തെറ്റിയത്. ഞാൻ അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിച്ചു. ബാങ്കിങ് സർവീസ് റിക്രൂട്ട്മെന്റ് ബോർഡെന്ന് കേട്ടിട്ടുണ്ടോ? ആ ബാങ്കിങ് സർവീസ് റിക്രൂട്ട്മെന്റ് ബോർഡ് ഇപ്പോൾ നിയമനം നടത്തുന്നുണ്ടോ? ഇന്ത്യ രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിയമനം ഉണ്ടോ? ഇന്ത്യ രാജ്യത്ത് പൊതുമേഖലയുണ്ടോ? കേരളത്തിൽ PSC നിയമനമുണ്ട്. ഇന്ത്യയിൽ എവിടെയാണ് ഇനി പൊതുമേഖല നിയമനം നടത്താൻ? നമ്മുടെ ഒരു സർക്കാരിനെ ആക്രമിക്കുമ്പോൾ ഇപ്പം തന്നെ മാധുവിൻ്റെ ചോദ്യം എന്തായിരുന്നു? തസ്തിക ഉണ്ടാക്കുന്നുണ്ടോ? ഉണ്ട്. കാരണം എന്താണ്? സർക്കാർ വിദ്യാലയങ്ങളിലേക്ക് കുട്ടികൾ കൂടുതലായി വരുമ്പോൾ തസ്തിക വർദ്ധിക്കും. ഇപ്പം തന്നെ ഇവിടുത്തെ വിഷയം എന്താണ്? 15-ാം തീയതി കുട്ടികളെ എണ്ണണം. കുട്ടികളുണ്ടെങ്കിൽ നിയമനം കിട്ടും. കുട്ടികളുണ്ടാകാൻ എന്ത് ചെയ്യണം?
സർക്കാർ വിദ്യാലയങ്ങളെ നന്നാക്കി. അതിൻ്റെ പേരാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. ഇത്തവണ കേരള സർക്കാർ നടത്തിയില്ല. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ കാരണം എന്താണ്? നടത്തിയില്ല എന്നോ അവിടെ സർക്കാർ നിയമനം വിദ്യാലയങ്ങൾ ഉണ്ടായില്ലെന്നോ പൂട്ടിയാൽ അതിനുവേണ്ടി പരീക്ഷ ഉണ്ടായിട്ടില്ല എന്നോ ആരും ഇല്ല. പറഞ്ഞിട്ടില്ല. നമ്മൾ ഈ പരീക്ഷ എഴുതി ലിസ്റ്റ് ഇടുന്ന അട്ടത്തോക്കാൻ ദയവായി വേണ്ടിയിട്ടല്ലോ, നിയമനം നടത്താൻ വേണ്ടിയിട്ടല്ലേ? ദയവായി കേൾക്കൂ. അല്ല, നിയമനം ദയവായി നടത്താൻ കേൾക്കൂ. വേണ്ടിയിട്ടല്ലേ? അത് ഉണ്ടാകുന്നില്ല മാധു എന്ത് പറയുന്നു എന്നല്ലല്ലോ ഈ എന്റെ റാങ്ക് ചർച്ച. ലിസ്റ്റ് ഉള്ളവർക്ക് ഈ മാധു കാലം എന്ത് അത്രയും- പറയുന്നു എന്നല്ല എന്റെ ചർച്ച. മാധുവിന്റെ ആ ചിന്തയൊക്കെ മാറ്റി വെച്ചത്. ശ്ശെ, ഞാൻ മാധുവിന്റെ അങ്ങയെ ചിന്തയൊക്കെ മാറ്റി പ്രകോപിപ്പിക്കുന്നില്ല, വെച്ചത്. ഞാൻ അങ്ങയോട് മാധുവിന്റെ ആ ചിന്ത മാറ്റി തട്ടിക്കയറുന്നില്ല. വെക്കണം. ഞാൻ വളരെ മാധു എന്ത് സമാധാനമായിട്ടാണ് പറയുന്നു അങ്ങോട്ട് എന്നല്ല എന്റെ പറയുന്നത്. ചർച്ച. അങ്ങനെ അല്ലല്ല, വ്യക്തിപരമായി അല്ലല്ല, കൊണ്ടോ ചെയ്യല്ലേ? അല്ലല്ല, ഞാൻ സമാധാനമായിട്ട് പറയണത്. നിങ്ങൾ എന്തു പറഞ്ഞു എന്നല്ല എന്റെ ചർച്ച. സർ, നമ്മളൊരു നിങ്ങൾ എന്ത് തലക്കെട്ടിട്ടാണ് പറഞ്ഞു എന്നല്ല ചർച്ചയ്ക്ക് എന്റെ ഇരിക്കുന്നത്. ചർച്ച. എന്റെ ചർച്ച എന്താ ഇവിടെ അങ്ങനെ നടക്കുന്നത്? പറയരുത്. നമ്മളൊരു തലക്കെട്ടിട്ടാണ് ചർച്ച ചെയ്യുന്നത്. തലക്കെട്ട് UPSC ഇതൊന്ന് നിയമനവുമായി കേൾക്ക്. ബന്ധപ്പെട്ടാണ് ഞാൻ ചർച്ച ചെയ്യുന്നത് പറയട്ടെ. പറയുന്നത് ശരിയാണ്. ഇത് PSC നിയമനവുമായി ബന്ധപ്പെട്ടാണ് സർ. പറഞ്ഞോട്ടെ, ബാക്കി പറഞ്ഞോട്ടെ. ഇവിടെ ആക്ഷേപിച്ചത് ആരാ? ഇവിടെ വളർമതി പറഞ്ഞ കാര്യം KC വേണുഗോപാൽ AICCയുടെ നേതാവാണ്. കോൺഗ്രസിൻ്റെ അധ്യാപക സംഘടനാ നേതാക്കന്മാർ PSC റാങ്ക് പട്ടികയിൽപ്പെട്ടവരെ വിളിച്ചുകൂട്ടി. എന്തിനാ വിളിച്ചുകൂട്ടിയേ? നിങ്ങൾക്ക് ഞങ്ങളുടെ സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ ജോലി തരാം. അങ്ങ് പറഞ്ഞത് തെറ്റാണ്. നമ്മുടെ PSC റാങ്ക് വാഹനങ്ങളുടെ പട്ടികയിൽപ്പെട്ടവരെ വിളിച്ചുകൂട്ടിയല്ല, അവർ സമരത്തിനിരുന്നപ്പോൾ അവിടെ പോയി അവരോട് പറഞ്ഞതാണ്. പറഞ്ഞു. അത് തന്നെ, ഞാനത് തന്നെ പറയണത്. അപ്പൊ കൊടുക്കാവുന്നത് അവരോട് കൊടുത്തേക്കണം. ചോദ്യം ഞങ്ങളോട് വേണ്ട. അത് അവരോട് ചോദിച്ചത്. അത് ഒരു കൂട്ടർ സമരത്തിലിരുന്നു, തെരഞ്ഞെടുപ്പ് വന്നു. തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ വോട്ട് പിടിക്കാൻ വേണ്ടി ഞങ്ങൾ ജോലി തന്നാക്കാമെന്ന് പറഞ്ഞു. ഇനി ചോദ്യമല്ല, അങ്ങോട്ട് മതി. അല്ല സർ, തെരഞ്ഞെടുപ്പ് ഒരു വർഷം ആ ലിസ്റ്റ് ഇവിടെയുണ്ട്. തെരഞ്ഞെടുപ്പ് ഒരു വർഷം അങ്ങയുടെ സർക്കാരിന് മുന്നിലുള്ള ആ ലിസ്റ്റ് ഉണ്ട്. ഇവിടെ ഉണ്ടല്ലോ. ആ ലിസ്റ്റ് അവിടെ അങ്ങനെ വെക്കാനല്ലോ. അതെ, അതെ. ഇപ്പം മാധുവിന് കാര്യം മനസ്സിലായല്ലോ. PSCയുടെ റാങ്ക് പട്ടിക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് തയ്യാറാകുന്നത്? എല്ലാ വർഷവും ഒരു ഒഴിവുണ്ടെങ്കിലും 10 ഒഴിവുണ്ടെങ്കിലും റാങ്ക് പട്ടിക വരും. പ്രതീക്ഷിത ഒഴിവിലേക്ക് റാങ്ക് പട്ടിക വരും. അങ്ങനെ റാങ്ക് പട്ടിക വരുമ്പോൾ സർക്കാർ വിദ്യാലയങ്ങളിൽ അവിടെ ഒഴിവുണ്ടാകണമെങ്കിൽ ആ ഒഴിവ് പ്രതീക്ഷിച്ചിട്ടാണ് റാങ്ക് പട്ടിക. അങ്ങനെ റാങ്ക് പട്ടികയിൽ പെട്ട കുട്ടികളെ കോൺഗ്രസ്സുകാർ ദുർബോധനം കൊടുത്ത് നിങ്ങൾക്ക് നിയമനം കിട്ടാത്തത് പിണറായി ദുഷ്ടനായതുകൊണ്ടാണ്, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ നിയമനം ഉടനെ റെഡി, അങ്ങനെ പറഞ്ഞ് പറ്റിച്ച് കബളിപ്പിച്ച് വോട്ട് വാങ്ങിച്ചിട്ട് ഇപ്പം അവരെ പറ്റിച്ചപ്പോൾ അവർ മണ്ണ് തിന്നെ ഇറങ്ങി. അങ്ങനെ അവരെ പറ്റിച്ചവരെല്ലാം കൂടി ഇപ്പൊ പറയുകയാണ് ഉദ്യോഗസ്ഥന്മാർ ഞങ്ങളെ പറഞ്ഞാൽ കേൾക്കുന്നില്ല. ശരി, അങ്ങനെയാണെങ്കിൽ മാർച്ചിൽ അവർ സമരം നടത്തിയത് ആര് പറ്റിച്ചിട്ടാണ് സർ? അങ്ങനെയാണെങ്കിൽ മാർച്ചിൽ അവർ സമരം ചെയ്ത് ആര് പറ്റിച്ചിട്ടാണ്? അതെ, അവിടെയാണ്. അതെ, ഞാൻ അതിന് മറുപടി പറയാം. ഈ ഒരു വാക്കൂടെ പറഞ്ഞിട്ട് മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? വയനാട്ടിൽ മണ്ണ് മാറ്റാൻ പറഞ്ഞപ്പോൾ അവർ കേട്ടില്ല. അതുകൊണ്ട് മണ്ണിടിഞ്ഞ ആള് ചത്തു. ഇത്ര ഉള്ളല്ലോ പറഞ്ഞത്. ഇപ്പം എന്താ സംഭവിച്ചിരിക്കുന്നത്? കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഏതെങ്കിലും ഒരു നിയമനം ബാക്കി വെച്ചോ? നിങ്ങൾ പരിശോധിക്കുക. ശരി ശരി, ഇന്ന തസ്തികയിൽ ഒഴിഞ്ഞു കിടന്നിട്ട് നിയമനം നടത്തിയില്ല എന്ന് പറയാനുണ്ടോ? ശരി, അത് നമുക്ക് അവരോട് എല്ലാവരിലേക്കും വന്നതുകൊണ്ട് അവരാണ് സാർ അതിന് മറുപടി പറയേണ്ടത്. അവരെന്തിനാണ് സമരം നടത്തിയെന്ന് അവരാണ് മറുപടി പറയേണ്ടത്. ശരി, ഞങ്ങളുടെ ചോദ്യം ഞാൻ എടുത്തു. എല്ലാവരിലേക്കും ഓരോ തവണ വന്നതുകൊണ്ട് ഞാൻ ചോദിക്കാം സാർ, അങ്ങയുടെ ചോദ്യം ഞാൻ അവരോട് ചോദിക്കാം. Debate with Madhu Saji.